അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ഉള്ളത് പനവല്ലിയാണ് കേട്ടോ. പനവല്ലി എന്ന് പറയുമ്പോൾ നമ്മുടെ കാട്ടിക്കുളത്ത് നിന്ന് ഉള്ളോട്ട് ഉള്ളൊരു ഗ്രാമമാണ്, ഫോറസ്റ്റിനാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമം. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്. പേര് പറയൂ. കിണർ വർക്ക് ചെയ്യുന്ന നമ്മുടെ കൂടെയുള്ള ആളാണ്. കിണറ്റിലിറങ്ങും എല്ലാ പണിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ സെയിം വർക്കാണ്. അപ്പോൾ ഞാനും വിജേഷും കൂടിയിട്ട് എന്ത് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഈവനിങ് റൈഡ് ഇറങ്ങിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ വെച്ചാൽ പനവല്ലി ഒരു ചെറിയ ചെക്ക് ഡാമാണ് കേട്ടോ ഇത്. അപ്പോൾ കാണുന്നില്ലേ, പിള്ളേരൊക്കെ കുളിക്കുന്നുണ്ട്. നമ്മളെ ചെറുപ്പകാലം ഓർമ്മിക്കുന്ന വിധം. നമ്മളൊക്കെ ചെറുപ്പം നമ്മുടെ പുഴയെ പോയിട്ട് ഇതേപോലെ ചാട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞങ്ങളിപ്പോൾ ചാടാൻ പോകണോ? അപ്പം ഇവിടെ വന്നു. സംഭവം ഇത് ചെറിയൊരു മിനി ചെക്ക് ഡാമാണ്. ഈ ഒരു സ്ഥലം ആർക്കും അങ്ങനെ പരിചയമില്ല കേട്ടോ. നിങ്ങളങ്ങ് കാണുന്നതൊക്കെ ഫോറസ്റ്റാണ് കേട്ടോ. അപ്പോൾ വനത്തിനാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ് ഈ പനവല്ലി നടന്നത്. ഈശ് അവിടെ മീനെ നോക്കാൻ വേണ്ടി പോയാണ് കേട്ടോ. ചങ്ങായി ഭയങ്കര മീൻ പിടുത്താണ്. വിജീഷ, മീൻ കിട്ടുമോ വന്നാലേ? ചൂണ്ടൊന്നും കിട്ടില്ല. ഇവിടേക്ക് മീനുണ്ടോ അതിൻ്റെ അഭിപ്രായത്തിലേ? അതെ അതെ, നമുക്കൊരു ദിവസം വരാം മീൻ പിടിക്കാൻ. അപ്പോൾ ഇതാണ് ഗൈസ് ആ ഒരു എന്താ പറയുക ഭംഗി. ശീതളച്ചായൽ മുങ്ങിയ പ്രകൃതിയുടെ ആ ഒരു ഭംഗി നിങ്ങൾക്കിവിടെ കാണാം. ഏർമാടം ആണ്, ഏർമാടം. ഇനി അങ്ങോട്ടും പോകണം. തള്ളി മറിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? അപ്പോൾ ഗൈസ് ഇതാണ് സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മളിപ്പം പോയ ഡാമിലേക്കുള്ള വഴി ഇതാ, പനവല്ലി പാലാണിത്. പിന്നെ നമ്മൾ അവിടുന്ന് മാനന്തവാടി നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഈ പനവല്ലി ബ്രിഡ്ജിൻ്റെ അവിടുന്ന് ഈ റൈറ്റിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഈ വഴി പോയാൽ നമ്മളിപ്പം പോയ ആ ഒരു പ്ലേസിലെത്താം കേട്ടോ. ഇവിടുന്ന് ജസ്റ്റ് ഒരു 250-300 മീറ്റർ അത്രേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പ്രദേശവാസിയായ എന്താ ചേട്ടൻ്റെ പേര്? അരുൺ ചേട്ടനെ പരിചയപ്പെടാം. ചേട്ടാ, ഇതിപ്പോൾ പനവല്ലി പ്രദേശം. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് നല്ല മനോഹരമായ പ്ലേസാണിത്. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇവിടുത്തെ അവസ്ഥ എന്താണ്? വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങാറുണ്ടോ? ഇറങ്ങാറുണ്ട്. ആന, കടുവ. അപ്പോൾ അരുൺ ചേട്ടൻ പറഞ്ഞ നിങ്ങൾ കാണുന്ന ഈ ഒരു വയൽ പ്രദേശങ്ങളിലും ഈ ഒരു പുഴ സൈഡ് അരുവിൻ്റെ ഇടയിലൂടെയൊക്കെ പിന്നെ ആനയും കടുവയൊക്കെ വരാറുണ്ട്. അപ്പോൾ ശരിക്കും വനത്തിനാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമം അല്ലേ? അപ്പോൾ അടിപൊളി പ്ലേസാണ് ഗൈസ്. വൺ ഡേ ട്രിപ്പൊക്കെ വരുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് ഇവിടെ വരും കേട്ടോ. നല്ല അടിപൊളി പ്ലേസാണ്. നിങ്ങൾ ധൈര്യമായിട്ട് പോകുന്നോളി. ഹലോ, എവിടെയാ? കാട്ടിക്കുളം. 19 കിഡ്സ് ആൻഡ് 2K കിഡ്സ്. സുഖല്ലേ? അപ്പോൾ നമ്മൾ തിരുനെല്ലിയിൽ നിന്നൊരു കാഴ്ച ഉണ്ട്. നോക്ക്, വരുത്തണത് അതിൻ്റെ മുകളിൽ മാങ്ങ വെക്കുവാണ് കുട്ടികൾ. ഇപ്പം നമ്മൾ ഉണ്ണിയപ്പം കടയിലുള്ള നല്ല അടിപൊളി ഉണ്ണിയപ്പം, കാപ്പി.